ഒരു ദൈവിക ഗ്രന്ഥം ആകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്ന ഒന്നാമത്തെ സന്ദേശം നിങ്ങൾ വായിക്കുക, പഠിക്കുക എന്നുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അന്നല്ലാഹു തആല ലൻ യഉമുർ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിത്വലബിൽ ഇസ്തിയാദി മിൻ ഷൈഇൻ ഇല്ലാ മിൻ ഇൽമി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനോട് റബ്ബെ അധികരിപ്പിച്ച് നൽകണേ എന്ന് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണെന്നാണ്, രണ്ടാമത്തെ ഒരു കാര്യമല്ല. ഏതാണത്? ദുനിയാവല്ല, സമ്പത്തല്ല, അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങളല്ല, മറിച്ച് എന്താണ്? റബ്ബി സിദ്നി ഇൽമ എന്നാണ്. വഖുൽ നബിയെ താങ്കൾ പറയുക റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ നീ എനിക്ക് ഇൽമ അധികരിപ്പിക്കണേ എന്നാണ്. അല്ലിച്ചോക്കങ്ങൾ സമ്പത്തല്ല, മക്കളെയല്ല, അല്ലെ അതേപോലെയുള്ള ഭൗതികപരമായ ഏതെങ്കിലും ഒരു വസ്തുവിനെയല്ല. പിന്നെന്താ അള്ളാഹുത്തല കൽപ്പിച്ചത്? എനിക്ക് അറിവ് അധികരിപ്പിച്ച് തരണേ എന്നുള്ളതാണ്. ആകെ ഒരു കൽപ്പന. അത് ഖുർആനിൽ അങ്ങനെ ഒന്ന് മാത്രമേ ഉള്ളൂ. അസിദിനി, എനിക്ക് അധികരിപ്പിച്ചു കൊണ്ട് റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പടച്ച റബ്ബ് കൽപ്പിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതാണ് ഇൽമെന്ന് പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മനസ്സിലാക്കണം, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ അറിവ് പറഞ്ഞാൽ അതാണ്. കാരണം എന്താണ്? ലോകത്തുള്ള എല്ലാ അറിവുകളുണ്ട്, പക്ഷേ ഈ അറിവ് മാത്രമല്ല ഒരു ഉപകാരമല്ല. കാരണം ഇത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായ അറിവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയണത്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും ശ്രേഷ്ഠമാകാനുള്ള കാരണം എന്താണ്? അത് അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈനൽ അംബിയാലം യൂറസു ദീനാറം വല ദിർഹമ വൈന്നമ വറസു അലിയലുമ. അമ്പിയാക്കന്മാർ മരണപ്പെട്ടു പോകുമ്പോഴേ അമ്പിയാക്കന്മാർ ഒരൊറ്റ ദീനാറോ അല്ലെങ്കിൽ വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ അവർ അനന്തരമെടുത്തിട്ടില്ല. അനന്തരമെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ അമ്പിയാക്കന്മാർ മരണപ്പെട്ടു പോകുമ്പോൾ ഇവിടെ ഒരു സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഇവിടെ വിട്ടേച്ചവർ പോയിട്ടില്ല. പിന്നെന്താണ്? അവരിവിടെ അനന്തരമായി വെച്ചത് അറിവിനെയാണെന്നാണ്. അറിവാണ് പണ്ഡിതൻ അമ്പിയാക്കന്മാർ മുഴുവനും ഇവിടെ ബാക്കി വെച്ച് പോയത്. അതുകൊണ്ടാണ് ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അതായത് നബിയുടെ ഹദീസുകളിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ്. എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? രണ്ട് കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന് വീടില്ല, അദ്ദേഹത്തിന് വീട്ടുകാരില്ല, കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് ഒരു ഉമ്മ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ എന്തുണ്ടാവിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എല്ലാ സമയത്തും എവിടെ ഉണ്ടാകും? നബിൻ്റെ കൂടെ ഉണ്ടാവും, പള്ളിയിലുണ്ടാവും, എല്ലാ സമയത്തും. സഹാബാക്കൾ രണ്ട് വിഭാഗമാണല്ലോ. ഒന്ന് അൻസാരികളാണ്, രണ്ടാമത്തെ മുഹാജിറുകളാണ്. അൻസാരികൾ അവർ കൃഷിക്കാരാണ്, കർഷകരാണ്. മുഹാജിറുകൾ കച്ചവടക്കാരും. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ ഒട്ടിയ വയറുമായി ഞാൻ എല്ലാ സമയത്തും നബിൻ്റെ കൂടെ ഉണ്ടാകുന്ന, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരായ മുഹാജിറുകളും അൻസാരികളും കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവർ സാക്ഷിയാകാത്ത കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. കാരണം എല്ലാ സമയത്തോടുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറിച്ചൊരു പുസ്തകം ഉണ്ടല്ലോ മലയാളത്തിൽ, അബൂ ഹുറൈറ എന്ന ജൂതൻ എന്നാണ്. മനസ്സിലായില്ലേ? അതായത് അബൂ ഹുറൈറയാണ് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ച് എഴുതപ്പെട്ട പുസ്തകത്തിൻ്റെ പേരാണ് അബൂ ഹുറൈറ എന്ന ജൂതൻ എന്നാണ്. എഴുതിച്ചു നോക്ക് നിങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്താണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം? രണ്ടാമത്തെ എന്താ വെച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മറവില്ല. അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അബൂ ഹുറൈറ പറഞ്ഞു, മാ അയ്ജസുക്കും യാ അഹ്ലൽ മദീന, അല്ല എന്താണ് മദീനക്കാരെ നിങ്ങളിങ്ങനെ ദുർബലരായത്? എന്തുകൊണ്ടാണ് ശക്തിയില്ലാത്തവരായത്? അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് അബൂ ഹുറൈറ താങ്കൾ ഞങ്ങൾ കണ്ട ഈ ശക്തിയില്ലായ്മ എന്താണ്?
നിങ്ങൾ കണ്ട ഈ ദുർബലത എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ സ്വത്ത് മദീനത്തെ പള്ളിയിൽ ഊരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാത്തത്? എന്താണ്? നിങ്ങൾക്ക് പൈസ ആവശ്യമില്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? എന്ത് നിങ്ങൾ പോയി കണ്ട് വാങ്ങിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരന്വേഷിച്ചു, എവിടെയത് കൊടുക്കണത്? എവിടെയാണ്? പള്ളിയിലാണ്. ഇവർ ഓടിപ്പോയപ്പോൾ അവിടെ ഊരിക്കണമൊന്നും കണ്ടില്ല. അപ്പോൾ ഇവർ നേരെ വന്നിട്ട് അബൂ ഹുറൈറയോട് ചോദിച്ചു, അല്ല ഇതല്ലേ പറഞ്ഞ് പള്ളിയിൽ ഊരിക്കുന്നുണ്ടെന്നുള്ളത്? അതെ, പക്ഷെ അവിടെ ഓഹരിക്കണ ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവമാ റൈത്തു ഫിൽ മസ്ജിദി അഹദ്, നിങ്ങൾ പള്ളിയിൽ ആരും കണ്ടില്ലേ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. ഒരു സംഘം ആൾക്കാർ അവിടെ നമസ്കരിക്കുന്നുണ്ട്, മറ്റൊരു സംഘം അവിടെ ഖുർആൻ വായിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, മറ്റൊരു സംഘം ആളുകൾ അവിടെ ഹലാലും ഹറാമുകളും ചർച്ച ചെയ്യുന്നുണ്ട്, അതായത് മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വേറെ നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കാണുന്ന ദിക്റുകൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വൈഹക്കും ദാലിക മീറാസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് പ്രവാചകൻ്റെ അനന്തര സ്വത്ത് എന്നുള്ളതെന്നാണ്. ശരിങ്ങൾ. അപ്പോൾ അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്ത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, ഇരുമ്പാണ്. അല്ലാഹു റസൂൽ ഇവിടെ ഇട്ടിച്ചു പോയത് എന്താണ്? ഒട്ടകക്കൂട്ടങ്ങളെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് സമ്പത്തുക്കളല്ല, ഭൗതികപരമായ ഒരുപാട് സൗകര്യങ്ങളല്ല. പ്രവാചകൻ്റെ വീടിനെ കുറിച്ച് ആലോചിച്ചൊക്കെ നിങ്ങൾ, വീട് തന്നെ പറയാൻ പറ്റുമോ? ഖുർആൻ പ്രയോഗിച്ചത് എന്താണ്? ഹുജറത്ത് എന്നാണ്, അല്ലേ? റൂം എന്നാണ്, മുറികൾ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടുകളെ പറ്റിയിട്ട് അള്ളാഹു തആല പ്രയോഗിച്ച പേരതാണ്, അല്ല വീടല്ല. നമ്മളൊക്കെ എത്ര സൗകര്യത്തിൽ ആലോചിച്ചൊക്കെയാണ് നിങ്ങൾ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോഴേ ഇവിടെ സമ്പത്തുകൾ വിട്ടേച്ച് പോയിട്ടില്ല. പക്ഷേ ആ നബി വിട്ടേച്ച് പോയിട്ടുണ്ട്, അതെന്താണ്? അറിവാണെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അറിവിനെയാണ് അവിടെ പ്രവാചകൻ്റെ അനന്തര സ്വത്ത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നതാണ്. മനസ്സിലായങ്ങൾ? അതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖറല്ലാഹു ലഹു ത്വരീഖൽ ജന്ന. ആരെങ്കിലും ഒരാൾ അറിവ് നേടുന്ന വഴിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല അവന് എളുപ്പമാക്കി കൊടുക്കുന്നു. ഏതാണ് ഈ അറിവിലേക്കുള്ള വഴി? ഏതാണ്? ഇപ്പോൾ നമ്മളെ മാർഗമാണ്. ക്ലാസ്സിന് നമ്മൾ വരുന്നത് എന്താണ്? അത് അറിവ് നേടാനാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്നതിനാണ്, ഇതിനാണ്. അപ്പോൾ ആ മദ്രസയിലേക്ക് പോകുന്നൊരു കുട്ടി മൻസലക തരീക്കൻ യൽതമിസു ബിഹി ഇൽമൻ, ഇൽമ നേടുന്ന വഴിയിലാണ് ആ കുട്ടി എന്നുണ്ടെങ്കിൽ സഖറല്ലാഹു ലഹു ത്വരീഖൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കൊടുക്കുന്നു. അവിടെ അല്ലാഹു തആല ഈ മതപരമായ ഇൽമെന്ന് മാത്രം പറഞ്ഞത്, ഏത് അറിവാണെങ്കിലും, ഭൗതികപരമായ ഇൽമാണെങ്കിലും അതേപോലെ തന്നെ മതപരമായ അറിവാണെങ്കിലും, പ്രത്യേകിച്ചും മതപരമായ അറിവ് അതാണ് വേണ്ടത്. കാരണം എന്താ? ഖിയാമത്ത് അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് എന്താണ്? ഇൽമ് കുറയുമെന്നാണ്. ശരി. ഇന്ന് ഭൗതികപരമായ അറിവ് കുറവാണോ കൂടുതലാണോ? അത് കൂടുതലാണ്. പിന്നെ കുറവ് എവിടെയാണ്? ദീനിയായ അറിവാണ്. നിസ്കരിക്കാൻ അറിയില്ല, നോമ്പൊരുക്കാൻ അറിയില്ല, നിയമങ്ങൾ അറിയില്ല. നിങ്ങൾ നോക്കേണ്ടി, നമ്മൾ ഇതുവരെ നിസ്കരിച്ചു പോകുന്ന നിസ്കാരത്തിനെ കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ കേട്ടാൽ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്ത് അതില്ലാത്തതുകൊണ്ടാണ്? അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ഇങ്ങോട്ട് ഇതുവരെ എന്തേ പറഞ്ഞ് ഇതുവരെ പറയാത്തതുകൊണ്ടല്ല, പഠിക്കാൻ നേരം കിട്ടണ്ടേ, മനസ്സിലാക്കണ്ടേ, അല്ലെങ്കിൽ പഠിക്കാനുള്ള മാർഗ്ഗങ്ങളിൽ നമ്മൾ ഉണ്ടാകണ്ടേ, എന്നാലല്ലേ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരിക. അപ്പോൾ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല എളുപ്പമാക്കി തരുന്നൊരു മാർഗ്ഗമാണ് ഇൽമ് നേടുക, അതിൻ്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരിക്കുന്ന നമ്മളെ മുഴുവനും, നമുക്ക് മുഴുവനും സ്വർഗപ്രവേശനത്തിനുള്ള മാർഗ്ഗം അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. കാരണം അത് അല്ലാഹു റസൂലിൻ്റെ വാക്കാണ്, വാഗ്ദാനമാണ്. എളുപ്പം അല്ലാഹു തആല അവന് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് അറിവ് നേടുക എന്നുള്ളത്. അതിനാൽ അറിവുള്ളവരാകണം നമ്മൾ, നല്ല സംസ്കാരമുള്ളവരായിട്ട് നമ്മൾ മാറുള്ളൂ. എന്നാൽ എന്തിനാണ് ഈ അറിവ് പറഞ്ഞാൽ അത് നല്ലതിനാകണം. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ ഹസൻ ബസ്രിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്താണത്? അറിവില്ലാത്ത ആൾക്കാർ, പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ, അഥവാ അറിവുള്ള ആൾക്കാരില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളൊക്കെ മൃഗങ്ങളെപ്പോലെ ആകുന്നതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ആരെ പേടി? അറിവില്ലോരെയാ പേടി, അറിവില്ലാത്തവരെ പേടി? സത്യം പറഞ്ഞാൽ നിങ്ങൾ നാടന്മാരാണല്ലോ. പേടി ആരെയാ? അറിവുള്ളവരെയാണ് പേടി, അല്ലേ? കാരണം എന്തൊക്കെ പറയുന്നത് നമുക്കറിയില്ല എന്നാണ്. കാരണം എന്താ പറയുക? കാരണം ദീന് പഠിച്ചതേ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ ഒരു മൗലിയുടെ പ്രസംഗം കേട്ടു, ഇന്ന ദീന ഇന്ദല്ലാഹി സമസ്ത. ഒരു മൗലിയെ പ്രസംഗിക്കുക,
ഇന്നദ്ദീന ഇന്ദല്ലാഹി ഇസ്ലാം എന്നാണല്ലോ അള്ളാഹിൻ്റെ ഖുർആനിലുള്ളത്. മൊലിയുടെ വാക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം സമസ്തയാണെന്നാണ്. എവിടേക്കറ്റങ്ങളൊക്കെ എന്തൊക്കെ നിങ്ങൾ പറയണം. പിന്നെ മൂത്തേടത്തൊരു സ്വാദം ഉണ്ടല്ലോ, അള്ളാഹുത്താല അദ്ദേഹത്തിന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. എന്തെനിക്കറിയില്ല അദ്ദേഹത്തിന് എന്തൊക്കെയാണ് മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. എനിക്ക് അവൻ്റെ പേരറിയില്ല, എൻ്റെ തൊള്ളോട് പറയാൻ പറ്റില്ല. നമ്മൾ പറയാം, നമുക്ക് നമ്മളതുകൊണ്ട് പറയാൻ പറ്റേണ്ട ഇതുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ മനുഷ്യൻ ദീനി ഒരു മതസ്റ്റേജിൽ കഴിഞ്ഞിട്ട് പറയണത്. പൊട്ടന്മാരെ എന്നല്ല വിളിക്കൂല. അപ്പോൾ എന്തിനീ പൊട്ടന്മാരുടെ വേദന അറിയാൻ? അത് അതിനേക്കാളും വലിയ പൊട്ടനേക്കാരല്ലോ. നിങ്ങളോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഏറ്റവും നിങ്ങളെക്കാളും എനിക്കൊരു അറിവ് വേണ്ട ആ വിഷയത്തിൽ. അങ്ങനെയാണല്ലേ വേണ്ടേ? ആ പൊട്ടന്മാരോട് പറയുന്നുണ്ടെങ്കിലോ അതിനേക്കാളും വലിയ പൊട്ടനാകണം പഠിക്കുന്നത്. പൊട്ടന്മാരെ എന്നല്ലാതെ വിളിക്കൂല ഇയാൾ. എന്ത് ദീനാണ്? അപ്പോൾ ഇങ്ങനത്തെ പണ്ഡിതന്മാരെ ശരിക്കും നമുക്ക് ഇഷ്ടമാണോ പേടിയാണോ? അതാണ് സംഭവം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആന് അല്ലേ ഇറങ്ങിയല്ലോ. എത്ര ആയത്തുകളാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ളത്? ഖുർആന് ഉദ്ധരിക്കുന്നുണ്ട്, മാലാക്കന്മാരുടെ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്, അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്, വിശ്വാസികളുടെ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു ഇല്ലാത്തവരോട്? എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ശകലം, ഒരു പ്രാർത്ഥനയുടെ ശകലം എവിടെയെങ്കിലും ഒന്ന്, ഒരു ആയത്തിൻ്റെ പകുതി എവിടെയില്ല. പക്ഷേ എന്തേ നമ്മൾ കേട്ടത്? അള്ളാഹു ഇല്ലാത്തവർ പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, തെളിവുണ്ട്. അതുകൊണ്ട് ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിവില്ലാത്തവരെയല്ല പേടിക്കേണ്ടത്, അറിവുള്ളവരെയാണ്. കാരണം അറിവില്ലാത്തവരുടെ സാധുവാണ്. ഓനെന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടിട്ട് നടന്നോളും. അതുകൊണ്ട് അറിവുള്ള ആൾക്കാരെയാണ്. അറിവില്ലാത്ത ആൾക്കാർ നിസ്കരിച്ചാൽ നോൻപൊരുക്കാൻ ഓരെ കൊണ്ട് കഴിയണം മരുന്ന് നടക്കിക്കോളും. പക്ഷെ അറിവുള്ളവരാണെങ്കിലോ അതിനുള്ള മുട്ടുമസാലയും വേണ്ടാത്തരങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്ക് തോന്നും എന്തിനാ ചെങ്ങന്മാരൊക്കെ പഠിച്ചതെന്നുള്ളത്. സുൽത്താൻ്റെ വാക്ക് നോക്കുങ്ങൾ, ഇന്നഹാ സതയെത്തിയാൽ സിനൂന ഖദ്ദാണ്. നമുക്കൊരു കാലഘട്ടം വരാനുണ്ട്, അത് വഞ്ചനകളുടെ വർഷങ്ങളാണ്. അന്ന് മുഴുവൻ വഞ്ചനകളാണ്. അള്ളാഹു റസൂൽ പറയാണ് എന്താണ് ആ വർഷത്തിൻ്റെ പിന്നെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? യുസദ്ദഖു ഫീഹൽ കാദിബു, കള്ളന്മാരായിരിക്കും സത്യസന്ധന്മാരാവുക. തനി കള്ളന്മാരാണ്, പക്ഷെ അവരെ സമൂഹം എന്താ കണക്കാക്കുക? സത്യസന്ധന്മാരായിക്കൊണ്ടാണ്. വയുക്കദ്ദു ഫിയ സാദിഖു, സത്യസന്ധന്മാരാണെങ്കിലോ കള്ളന്മാർ വയ്ക്കാനും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? സത്യം പറഞ്ഞാൽ ഇനി യാതൊരു വില ഉണ്ടാവില്ല. സത്യം പറയുന്നവരാൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. സത്യം പറയുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യാണ്? കള്ളം പറയുന്നവരായിട്ട് ആളുകൾ കണക്കാക്കുക. വയൂത്തമനു ഫീഹൽ ഖായിനു, വഞ്ചകന്മാർ വിശ്വസ്തന്മാരായിട്ടാണ് പരിഗണിക്കപ്പെടുക. വിശ്വസ്തന്മാരാണെങ്കിലോ വഞ്ചകന്മാരായിട്ടും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. തീർന്നില്ല. വയൻതിഖു ഫീഹ റുവൈബില്ല, അന്ന് ഈ ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാരങ്ങൾ റുവൈബിലാക്കളാണ്. നബി വിളിച്ചു, ആരാ നബി? റുവൈബിലാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, പൊതു കാര്യങ്ങൾ സംസാരിക്കുന്ന വിഡ്ഢികളാണ്, അറിവില്ലാത്തവരാണ്. അവർക്ക് ദീനിനെ കുറിച്ചൊന്നും അറിയില്ല. ചോല വർത്തനം കേട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇവനാ വലിയ ആലിമെന്ന് വിചാരിക്കും. ഏറ്റവും വലിയ ആലിം അവനാണെന്നാണ് വിചാരിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു ആയാലും അള്ളയാണ് ഏറ്റവും അറിയുന്നവൻ എന്ന വാക്കോ കേടുകളുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നുള്ളതാണ് യഥാർത്ഥം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടി. അതിനാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് റസൂൽ പറയുന്നത്, ഇന്നല്ലാഹ യഖ്ബദു ഇൽമ ഇൻതിസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിയായ ഇൽമിനെ അതങ്ങനെ ഇല്ലാതെയൊക്കെയല്ല ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക? അതിൻ്റെ വാഹകന്മാരായ പണ്ഡിതന്മാരെ മരണപ്പെടുത്തിയിരിക്കും ചെയ്യുക. നല്ല അറിവുള്ള പണ്ഡിതന്മാരെ അല്ലാഹു എന്ത് ചെയ്യും? മരണപ്പെടുത്തും. അപ്പം എന്താ ഉണ്ടാവുക? അറിവില്ലാത്തവരുണ്ടാകും. അല്ലാഹു റസൂൽ പറയേണ്ടത് എങ്ങനെ? ബിഖബ്ദിൽ ഉലമായി. എങ്ങനെ അല്ലാഹു തആല പിന്നെ ഇതാക്കാരങ്ങൾ പണ്ഡിതന്മാരെ പിന്നെ മരിപ്പിച്ചുകൊണ്ടാണ്. ഹത്ത ഇതനം ആലിമൻ, അങ്ങനെ ഒരു ഭൂമിയിലത്തെ ഒരൊറ്റ പണ്ഡിതനുണ്ടാവില്ല, അറിവുള്ള ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? ഇത്തഖദന്നാസു റൂസൻ ജുഹാല, അറിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവർ നേതാക്കന്മാരായി സ്വീകരിക്കും. എന്നിട്ട് ആ നേതാക്കന്മാരോട് എന്ത് ചെയ്യും? ആൾക്കാർ ചോദിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ നേതാക്കന്മാർ അറിവില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരും വഴിപഴക്കും, മറ്റുള്ളവരെ വഴിപഴപ്പിക്കുകയും ചെയ്യും. ദീനിയായ കാര്യങ്ങളെ അറിവില്ലാത്ത ആളുകളോട് ദീൻ കാര്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയുണ്ടാവുക? ഒരിക്കൽ കിട്ടുന്നത് പറയും. അത് അള്ളാഹിൻ്റെ ഖുർആനിലുള്ളതാണോ? കലാമാണോ? ഇല്ല. പ്രവാചകൻ പഠിപ്പിച്ചതാണോ? അല്ല. പിന്നെന്താ ഉണ്ടാകുക? അവർ പഠിച്ച കിതാബിലുള്ളതാണ് അവർ പറയണത്. മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാകുക? ഈ സമൂഹം നശിക്കുന്നതാണ്. അതെ, അതിനാലേ അറിവുള്ള ആളുകളായിട്ട് മാറണം. നമ്മളതിനുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? നിങ്ങൾ നനച്ചു ഇന്നിപ്പോൾ നമ്മളത് അങ്ങനെ തന്നെയാണ്. സ്കൂളിലേക്ക് പോകാൻ
ഒരു സമയമുണ്ട്, നമുക്ക് ഒരു മടിയില്ല, ഒരു പ്രയാസമില്ല, ബുദ്ധിമുട്ടുമില്ല, എത്ര ഫീസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നേരെ മറിച്ച് മദ്രസയിലേക്കാണെങ്കിലോ ഫീസും കൂടിയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ മഹല്ല് കമ്മിറ്റി തയ്യാറാണ്. പക്ഷേ മണ്ഡലങ്ങൾ ഇതാണ് അവസ്ഥ, ആരും പഠിക്കാനില്ല. എന്താ കാരണം? ഇനി പഠിക്കണമെങ്കിൽ തന്നെ എന്താ, അരമണിക്കൂറാണ്. കാരണം സ്കൂളിൻ്റെ ബസ് വരും, അത് മുന്നേ കൂടെ നമ്മൾ ഹോണടിക്കും. അതുകൊണ്ട് അങ്ങനെയാണ്. സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ മദ്രസക്ക് നേരം വെക്കുന്ന ഒരാൾ കൊടുക്കണം, നമ്മൾ ആരെങ്കിലും ഒരാളെ കൊടുക്കണില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ നേരം വെക്കുന്ന ഒരാൾ കൊടുക്കണം, ആരെങ്കിലും ഒരു കുട്ടീനെ നമ്മൾ ഇല്ലല്ലോ. മരിച്ചതാണ് കൊടുക്കണം, ഒരു മരണ വീട്ടിലേക്ക് പോകാനുണ്ട്, സൽക്കാര വീട്ടിലേക്ക് പോകാനാണ്. എന്നാൽ മദ്രസയിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യമാണ് കുട്ടികളെ നമ്മൾ സ്കൂൾക്ക് പോകാൻ നേരം പോകുന്നതാണ് കൊടുക്കുന്നത്. സ്കൂളിലെ പരീക്ഷയ്ക്ക് എത്ര പ്രാവശ്യം നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കാതിരുന്നത്. എന്നാൽ മദ്രസൻ്റെ പരീക്ഷ ഉണ്ട് കാരണക്കാണ്ട് സ്കൂളിലെ പരീക്ഷ നമ്മൾ മുടക്കിയിട്ടുണ്ടോ? എല്ലാം നമുക്ക് വേണ്ട തന്നെയാണ്. പക്ഷെ എന്ത് കാര്യം? അപ്പം എന്താ നമ്മളെ താല്പര്യം തന്നെ എന്താണ്? ഭൗതികപരമായ താല്പര്യങ്ങളാണ്, അല്ല ദീനീപരമായ താല്പര്യങ്ങളല്ല. എന്നാലേ ദീന് പഠിക്കുന്നത് അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നത് ഈ ഭൗതികപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതാണ് തെറ്റെന്ന് പറയുന്നത്. അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാഹു റസൂൽ പറയാണ്, മൻ തഅല്ലമൽ ഇൽമ, ആരെങ്കിലും ഒരാൾ അറിവ് നേടുകയാണ്. എന്തിനാ അറിവ് നേടൽ? യുബാഹി ബിഹിൽ ഉലമ, പണ്ഡിതന്മാരുമായി ദുരഭിമാനം നടിക്കാനാണ്. ഞാൻ വലിയ ആലിമാണ്, ഞാൻ വലിയ അറിവുള്ളവരാണ് എന്ന് അയാൾ വരുത്താൻ വേണ്ടിക്കാണ്ടാണ്. അല്ലെങ്കിൽ യുജാരി ബിഹിൽ ഉലമ, അതല്ലാന്നുണ്ടെങ്കിലോ സുഫ, അറിവില്ലാത്ത ആളുകളോട് മത്സരിക്കാൻ വേണ്ടി കണ്ടാണ്. എന്നിട്ടോ അല്ലെങ്കിൽ വസ്രിഫ ബിഹി ഉജുഹന്നാസി, അല്ലെങ്കിൽ ആളുകളുടെ അടുക്കൽ സ്ഥാനം കിട്ടണം, ഒരു സദസ്സിലേക്ക് ചെന്നാൽ ബഹുമാനിക്കണം എന്നൊക്കെ വിചാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഇല്ല, അദ്ഖലഹുല്ലാഹു ജഹന്നം, അല്ലാഹു തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്നുള്ള. എന്താ കാര്യം? എന്താണ്? ദീന് പഠിച്ചതെന്തിനാണ്? ഭൗതിക താല്പര്യത്തിനാണ്, ദുനിയാവ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ഇൽമ് പഠിക്കണമെന്തിനാണ്? സ്വർഗപ്രവേശനത്തിനാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനാണ്, അത് ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ ഈ സംസാരം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും, ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പറ്റിക്കാണ്ട് മൂപ്പര് വലിയ ആലിമാട്ടോ ധരിക്കട്ടെ എന്ന് എൻ്റെ മനസ്സിലെങ്ങാനും തോന്നിയാൽ അതാണ് നരകത്തിലുള്ള പ്രവേശിപ്പിക്കും. ഒറ്റേറ നിങ്ങൾ ഇരിക്കണത് ആ ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിലോ എങ്ങനെ? ഞാൻ ക്ലാസ്സിനോണവനാണ് എന്ന് എന്നെപ്പറ്റി എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും പറയും, അല്ലെങ്കിൽ അങ്ങാടിയിലുള്ള ആൾക്കാർ പറയട്ടെ, ആൾക്കാർ വിചാരിക്കട്ടെ എന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മളെ അല്ലാഹു തആല ആ കാരണത്താൽ നരകത്തിലേക്കാണുള്ളൂ. നമ്മൾ തർക്കിക്കാൻ വേണ്ടിക്കാണ്ടാണ് ഇൽമ് നേടുന്നത്. നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ പഠിച്ചത് എന്ത് ചെയ്ത് ഞാനൊക്കെ ക്ലാസ്സിനൊക്കെ പോകുന്ന ആളാണ് എന്നിട്ട് നമ്മൾ തർക്കിക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിലോ നരകത്തിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഭൗതികപരമായ ഉദ്ദേശമാകരുത് നമ്മൾ പഠിക്കണതിൻ്റെ പിന്നിലുള്ളത് അർത്ഥം. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ ലിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇൽമു പഠിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇൽമു പഠിക്കുക എന്നാണ് എന്താർത്ഥം? ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചാൽ, ദുനിയാവിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചാൽ എന്താണ്ടാകുക? അല്ലെങ്കിൽ ഔ അറാദബി ഗൈറല്ല, അല്ലെങ്കിലോ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ഉദ്ദേശമാണ് അവനും ഇൽമു പഠിക്കുമ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിലോ ഫൽ യതബവ്വ മഖ്അദഹു മിനന്നാർ, അയാളുടെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അത്ര ഗൗരവമുള്ള വിഷയം പറയാതാ. അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇൽമു പഠിച്ചാൽ ആ ഇൽമു പഠിക്കേണ്ട ഉദ്ദേശം എന്താണ്? ഭൗതികപരമായ താല്പര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും, നരകത്തിൽ അവൻ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. മറ്റൊരു ഹദീസ് പ്രകാരമാണ്, മൻ തഅല്ലമ സർഫൽ കലാമി, ഒരാൾ മറ്റുള്ള ആളുകളുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് ഒരാൾ ഇൽമു പഠിച്ചു വിചാരിക്കുക, എന്നാൽ ലം യഖ്ബലുല്ലാഹു മിന്നു യൗമിൽ ഖിയാമ സർഫൻ വലാദില, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവനിൽ നിന്ന് ഒരു ഫർളും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല. എന്തേ കാര്യം എന്താണ്? ഇയാൾ വേറെ വലിയൊരു വ്യഭിചരിച്ചവനല്ല, വേറെ അങ്ങനത്തെ ഒന്നും ചെയ്തവനല്ല. പക്ഷെ ഇയാൾ ദീന് പഠിച്ചതിന് വേണ്ടിയിട്ടാണ് ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ഞാനൊരു പണ്ഡിതനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്, എനിക്കെല്ലാം അറിയുന്നവനാണ്, ഞാൻ എല്ലാം അറിയണവനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ അവൻ്റെ ഫർളും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല. നരച്ചോക്കങ്ങൾ നമ്മളുണ്ടാക്കുന്ന വണ്ടിയും വലിയാണ്, വേറൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുത്തൊരു വസിയത്തുണ്ട്, ശരിക്കും കേട്ടോളി. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തഅല്ലമൽ ഇൽമ ലിതുബാഹി ബിൽ ഉലമ, നീ ഇൽമു പഠിക്കുമ്പോഴേ അത് പണ്ഡിതന്മാരോട് പെരുമ നടിക്കാനാകരുത്. വതുമാരി ബി സുഫഹ,
അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അത് തർക്കിക്കാനാകരുത്. ഒരു സദസ്സിൽ പോകുമ്പോൾ നിനക്ക് ഉന്നതമായ സീറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാകരുത്. വലാത്ത തുർക്കുലിൽ മസഹാത്തൻ ഫീ, എന്നാലോ നീ ഇൽമു പഠിക്കാതിരിക്കുക, എന്നാൽ ഞാൻ അവയ്ക്കില്ല, നമ്മൾ മദ്രസക്കോളില്ല. എന്താ കാരണം? പഠിച്ചാലേ ഇങ്ങനത്തെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അപകടങ്ങൾ വരാണ്ട്. ഞാൻ അവയ്ക്കില്ല. പള്ളിയിൽ നിസ്കരിച്ചാൽ വിളിച്ചാൽ പറഞ്ഞില്ലേ, പള്ളിയേക്ക് അല്ലാറ്, എനിക്ക് പഠിച്ചവനെ പേടിയാണ്. അങ്ങനെ പഠിച്ചവനും ഇതുണ്ട്, പള്ളിക്കലുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം പറയാണ്, ഇല്ല എന്നാൽ ഞാൻ അവയ്ക്കില്ല, പഠിക്കണില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകാൻ പാടില്ല. വൈദാ റഅയ്ത ഖൗമൻ യദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കണ സദസ്സ് കണ്ടാലേ ഫജ്ലിസ് മഅഹു, നീ അവിടെ ഇരിക്കണം. നൂഹ് നബി തൻ്റെ മകന് കൊടുത്ത, ലുഖ്മാന് തൻ്റെ മകന് കൊടുത്ത വസിയത്താണ്. മനസ്സിലായില്ലേ? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ക്ലാസ് അവിടെ പോയി ഇരിക്കണം. എന്താ കാരണം? ഇൻതകു ആലിമൻ യൻഫഅ, അതായത് നീ ഒരു ഇൽമുള്ളവനാണെങ്കിൽ നിനക്ക് ഉപകാരപ്പെടും. നമ്മൾ നോക്കേണ്ടി ഇപ്പം നമ്മളെ മകളെ പേരിക്ക് വരുന്നു യൂട്ടിക്കോളി, മനസ്സിലായോ? അവിടെ ക്ലാസ് നടക്കണമെന്ന് കേട്ടാൽ ക്ലാസ്സിൽ പങ്കെടുക്കണ, സാധാരണ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് എന്താ ചെയ്യുക? എന്താ ഉണ്ടാകുക? ആ ക്ലാസ്സിൽ പോയൊക്കെ വിചാരിക്കൂലേ? അതാണ് നമ്മൾ. കാര്യം നമ്മളെ മനസ്സ് അതാണ്, മനസ്സിലായേ? നേരെ മറിച്ച് നമ്മൾ 12 താല്പര്യമുള്ള ആളാണെങ്കിലോ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വിരുന്ന് പോയി, അല്ലെങ്കിൽ അവിടെ നമ്മൾ പോയി, അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരു 12 ആക്ച്വലി എന്താട്ടുക, അതിന് താല്പര്യം ആൾക്കാർ അതിന് പോകും. അതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. നമ്മൾ ക്ലാസ്സിൽ താല്പര്യം ആൾക്കാരാണ് അതിന് ക്ലാസ്സിന് പോകുക. അപ്പോൾ അതിനാൽ നീ അവിടെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നീ പണ്ഡിതനാണെന്നുണ്ടെങ്കിൽ അതെനിക്കെന്തോ ആ ക്ലാസ് നിനക്ക് ഉപകാരപ്പെടും. അവൻ്റെ ഇൽമ്, അവിടെ പറയുന്ന അറിവ് നിനക്ക് എന്ത് ചെയ്യും? ഉപകാരപ്പെടും. എന്നാൽ ഇപ്പോൾ ഇന്ദക്കു ജാഹിൻ, അറിവില്ലാത്തവനാണെങ്കിലോ അല്ലമൂക്ക, അവർ നിന്നെ പഠിപ്പിക്കും, എനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടും അല്ലേ? നിങ്ങൾ അരച്ചു നോക്കി. ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ കുതുബ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഇൽമ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? ഏതെങ്കിലും അറിവ് ചെറുതാവും, ചിലപ്പോൾ വലുതാവും, ചിലപ്പോൾ അറിവിൻ്റെ കൂമ്പാരങ്ങളേക്കാരും ഒരുപാട് അറിവുണ്ടാവും. ചിലപ്പോൾ അതിന് ഒന്ന് കിട്ടാത്ത, അതായത് ഞങ്ങൾ എന്താ ഇപ്പോൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുതുബറക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ മനസ്സിലുള്ള എന്താ നിങ്ങൾ എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് പുതിയത് കിട്ടണം എന്നാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒറ്റ ആൾക്കാരും ഉണ്ടാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം. ശരി, അതായത് ഇപ്പോൾ ഈ ക്ലാസ് കേട്ടാൽ ആ ക്ലാസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടാതിരിക്കരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും പുതിയ അറിവ് കിട്ടണം, ഇല്ലാത്തതല്ല, ഇതുവരെ നമ്മൾ കേൾക്കാത്തത്, ഇതുവരെ പറയാത്തത്, ദീനിലില്ലാത്തത്, അതല്ല. മനസ്സിലേ? അതുകൊണ്ടാണ് നമ്മളെന്ന് വെച്ചാൽ ഇത്രയും പ്രയാസപ്പെട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. കൊണ്ടാണ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്. അപ്പോൾ അറിവില്ലാത്തവരാണെങ്കിലോ അത് നമുക്ക് എന്ത് ചെയ്യും? ഉപകാരപ്പെടും. ഇനി അത് മാത്രമല്ല, ഇനി അള്ളാഹു തആല അനുഗ്രഹം ചെയ്ത, അവർക്ക് അനുഗ്രഹം ചെയ്താൽ വേണ്ടി വിചാരിച്ചുകൂട്ടിക്കോളി അല്ലേ? ഇൽമിൻ്റെ സദസ്സ് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആലാൻ്റെ കാരുണ്യം ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റബ്ബിൻ്റെ മാലാക്കന്മാരുടെ ചിറകളിൽ പൊതിയുകയാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹിൻ്റെ മാലാക്കന്മാരുണ്ടാകും അവിടെ നിന്നാണ്. ഇവിടെ ആ മാലാക്കന്മാരുണ്ടാകും. ആ മാലാക്കന്മാർ റബ്ബിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്ന, റബ്ബ് ചോദിക്കും. റബ്ബിനറിയാത്തത് കൊണ്ടല്ല, മാലാക്കന്മാരെ സാക്ഷിക്കൊണ്ടൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി കണ്ടാണ്. എന്താണ് അവർ ചോദിക്കണം? എന്താണ് അള്ളാഹ് ചോദിക്കുക? അപ്പോൾ മലക്കൾ പറയും, പഠിച്ചവനെ അവർ സ്വർഗമാണ് നിങ്ങൾ ചോദിക്കുന്നത്, അതിനല്ലേ നമ്മളീ കുത്തിരിക്കണത്? ആ സ്വർഗ്ഗം കണ്ടിക്കണോ? അള്ളാഹിന് ചോദ്യം ഇല്ല, കണ്ടിട്ടില്ല. കാണാതെ തന്നെ സ്വർഗത്തിന് അപ്രകാരം ചോദിക്കുകയാണെങ്കിൽ കാണും കൂടി ചെയ്തിക്കണേ, എങ്ങനെ ചോദിക്കുക? അപ്പോൾ മലക്കൾ അപ്പം പോലും ഇതിനേക്കാൾ ചോദിക്കും. ശരി, എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നതിൽ നിന്നാണ്? നരകത്തിൽ നിന്നാണ്. ആ നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നരകത്തിനെ കാണാതെ തന്നെ അവർ ഇപ്രകാരം നരകത്തിൽ നിന്ന് രക്ഷ തേടുകയാണെങ്കിൽ കാണും കൂടി ചെയ്ത് അങ്ങനെ ഉണ്ടാവുക, ഇതിനേക്കാളേറെ രക്ഷ തേടും. അപ്പോഴേ അള്ളാഹ് പറയുന്നുണ്ട് ആ മലക്കുകളോട്, എന്നാൽ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആർക്കറിയങ്ങൾ? നമ്മൾക്ക്. ദീൻ്റെ സദസ്സ് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, എവിടെ ദീൻ്റെ സദസ്സിന് പോകണം, ഒരു അറിവ് കിട്ടിയാൽ മതി. അള്ളാഹ് അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചേക്കാണെങ്കിൽ അതിൽ നമുക്കും കിട്ടും, നമുക്കും ഉണ്ടാകും അതിൽ. അതുകൊണ്ട് ദീൻ്റെ സദസ്സ് നമ്മൾ പോകാതിരിക്കരുത്. കാരണം ദീൻ്റെ സദസ്സിന് അത്രയും പ്രധാനപ്പെട്ട സദസ്സാണ്. അപ്പോൾ അള്ളാഹ് ഒരു അനുഗ്രഹം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, കാരണം അള്ളാഹ് അനുഗ്രഹം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹുവേ, അത്തരം സദസ്സുകളിൽ ഞങ്ങൾ ഈ സദസ്സിനെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഇനിയോ വൈദാ റഅയ്ത ഖൗമൻ ലാ യദ്കുറുല്ലാഹ, അള്ളാഹിനെ കുറിച്ച് പറയാത്ത സദസ്സാണെങ്കിലോ വേറെ പാട്ടും കളിയൊക്കെയാണ്, പാട്ട് കച്ചേരികളാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളാണെങ്കിലോ ഫലാ തജ്ലിസ് മഅഹു, നീ അവിടെ ഇരിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ,
നീ ഒരു പണ്ഡിതനാണ് അവിടെ പോയി ഇരിക്കുന്നുണ്ടെങ്കിലോ നിനക്കൊരു ഉപകാരം കിട്ടൂല, നിന്റെ അറിവ് നിനക്ക് ഉപകരിക്കുകയില്ല. എന്നാൽ നീ അറിവില്ലാത്തവനാണെങ്കിലോ നിന്റെ അറിവില്ലായ്മ വർദ്ധിക്കും, നിന്റെ വഴിക്കേടുകൾ വർദ്ധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ചിലപ്പോൾ അവരോട് കോപിക്കുമ്പോൾ ആ കോപത്തിന് അർഹനായിട്ട് നീയും മാറും. ശരി, ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന് പിന്നെന്താ പറയുക, ഒരു വേണ്ടാത്തൊരു സദസ്സ് നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോന്നപ്പോൾ കേൾക്കണില്ലല്ലോ, നമ്മൾ കയറി തോന്നിപ്പിക്കോളി. എന്താ ഉണ്ടാകുക, നമ്മൾ അറിവ് ഉപകാരപ്പെട്ടില്ലെന്ന് മാത്രമല്ല അള്ളാൻ്റെ കോപ്പം അവിടെ ഇറങ്ങുന്നുണ്ടെങ്കിലോ ആ കോപ്പത്തിന് എന്ത് ചെയ്തു, നമ്മളും കൂടി കാരണക്കാരായി. വെറുതെ വാങ്ങിയതാണ്, വടിയെടുത്ത് അടി വാങ്ങാറില്ലേ, വെറുതെ വാങ്ങിയതാണ് നമ്മൾ. അതുകൊണ്ടാണ് ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് വസിയത്ത് നൽകിയത്. പ്രവാചകൻ്റെ പ്രാർത്ഥന അറിയണമെങ്കിൽ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നതാണ്. നിറയാത്ത വയറ് അല്ലാഹു റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. നിറയാത്ത വയറ്, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥന, അതേപോലെ തന്നെ ഉപകാരമില്ലാത്ത അറിവ്, ഇതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളത് അല്ലാഹു റസൂൽ അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. എന്താ ഒരു ഉപകാരമില്ലാത്ത അറിവുകൊണ്ട് എന്താ, ചില മനുഷ്യരുണ്ടോ നല്ല അറിവുണ്ടാകും, പക്ഷേ പറഞ്ഞു കൊടുക്കണില്ല, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണില്ല, ബോധ്യപ്പെടുത്തി കൊടുക്കണില്ല, അല്ലെങ്കിൽ പറയാൻ കഴിയണമെങ്കിൽ എഴുതി കൊടുക്കണില്ല. മനസ്സിലെ ഇങ്ങനത്തെ എന്താ അതുകൊണ്ടുണ്ടാകുക. അതുകൊണ്ട് ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നോക്ക്, നിങ്ങൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ, ആരെങ്കിലും ഒരാൾ ഇൽമു പഠിച്ചു, ലം യഅമൽ ബിഹി, പക്ഷെ ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കണില്ല, എന്നാലോ ലം യജ്ദു ഇൽമു ഇല്ലാ കിബ്റ, ആ അറിവ് അദ്ദേഹത്തിന് അധികരിപ്പിക്കുക അഹങ്കാരത്തിന് മാത്രമാണ്. അല്ല എന്താ ഉണ്ടാകുക, എനിക്ക് അറിവുണ്ട്, നിസ്കരിക്കണം എന്ന് എനിക്കറിയാം, ഞാൻ നിസ്കരിക്കണില്ലാണ്ടെങ്കിലോ, നോമ്പ് നോൽക്കണം എനിക്കറിയാം, ഞാൻ നോമ്പ് നോൽക്കണില്ലാണ്ടെങ്കിലോ, അപ്പോൾ എനിക്കെന്ത് ചെയ്ത് ആ അറിവ് എന്താണ്, അഹങ്കാരം വർദ്ധിപ്പിക്കണത് ചെയ്യൂല. ചില മനുഷ്യന്മാരുണ്ടല്ലോ, നിങ്ങൾ ചില പള്ളിക്കൊക്കെ കുട്ടികളെ കുത്തുബക്കറിനയക്കാൻ നമുക്ക് പേടിയാണ്, കുട്ടികൾ പോകൂല, മടിയാണ്. എന്താ കാരണം നിങ്ങൾ അവിടെ ഉണ്ടാവും ഒരു അറിവാളൻ ഭയങ്കര ആലിമേക്കാരുണ്ട്, മൂപ്പരി കുട്ടികളോട് ചോദ്യം ചെയ്യുക. നായാക്കളെ കുത്തു പറഞ്ഞാൽ പോരെ, പറയില്ല, തിന്നൂല, തീറ്റിച്ചില്ലാറില്ലേ, ആ ജാതിയാണ്. എത്രയോ കുട്ടികളെ നമ്മൾ കുത്തുബക്കർ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞയക്കല്ലാണ്, ഇങ്ങനത്തെ ജാതി ഉണ്ടാകുക. എന്നാൽ ഓന് പറയോ ഇല്ല, ഓൻ്റെ മക്കൾക്ക് അറിയോ ഇല്ല. എന്നിട്ട് ഇയാളെന്താ വെച്ചാൽ വലിയൊരു ആലിമായിട്ട് ഇങ്ങനെ നിൽക്കുക, പിന്നെ എങ്ങനെ കുട്ടികൾ പോവുക, കുട്ടികളെ പറഞ്ഞു പഠിക്കല്ലേ, ഈ പറഞ്ഞു പഠിച്ച കുട്ടികളല്ലേ പിന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ എന്താ ചോദിച്ചാൽ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത അനാവശ്യ ചോദ്യങ്ങൾ. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. കാരണം വെറുതെ എന്ത് ചെയ്യാണ്, ഫിത്തനകൾ ഉണ്ടാക്കുകയാണ്. ഫിത്തന എന്നല്ലാത്തൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടാവില്ല, ഫസാദ് ഉണ്ടാക്കുക. എന്താ ആ ചോദ്യം കൊണ്ട് കിട്ടണം എന്താണ്. അതുകൊണ്ട് അറിവ് നമ്മൾ നേടുന്നത് ആ ജീവിതത്തിൽ പകർത്താനാണ്. നമ്മൾ പഠിച്ച ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. നിസ്കരിക്കണം, ആർക്കറിയാത്തത്, പക്ഷെ നിസ്കരിക്കാത്ത എത്ര ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുന്നില്ലാണ്ട് എന്തിനു നമ്മൾ പഠിച്ചു. മാത്രമല്ല അറിവുള്ള ആൾക്കാർ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ്. എന്താ കാരണം, അറിവുള്ള ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ശിക്ഷ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. കാരണം അവന് തെറ്റാന്നുള്ളത് അറിയില്ല, തെറ്റാണെന്ന് അറിഞ്ഞാണ് തെറ്റ് ചെയ്യുകയാണെങ്കിലോ, അപ്പോൾ ഒന്ന് ചെയ്ത തെറ്റിന്, രണ്ടാമത്തത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ, അതാണ് എൻ്റെ പ്രശ്നം. അതിനാൽ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് പറഞ്ഞു, കുന്നാ ഇദാ തഅല്ലംനാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശർ ആയാത്തി മിനൽ ഖുർആനി ലൻ നതഅല്ലമ അൽ അശർ ലത്തി ബഅദ ഇല്ലാ അത്ത നഅമല ഫിഹാ. ഞങ്ങൾ പ്രവാചകനിൽ നിന്ന് ഒരു 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തും, എന്നിട്ട് ഞങ്ങൾ അടുത്ത 10 ആയത്ത് പഠിക്കുള്ളൂ. ഇബ്നു മസ്ഊദ് പറയാം, നബിയിൽ ഒരു 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് ഞങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. സംസാരം, പെരുമാറ്റം, നോട്ടം, വസ്ത്രധാരണം, വെള്ളം കുടിക്കൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽ, കുടുംബജീവിതത്തിൽ ഭാര്യയോട് പെരുമാറൽ, ഭർത്താക്കന്മാരോട് പെരുമാറൽ, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. എന്നിട്ട് ഞങ്ങൾ അടുത്ത 10 ആയത്ത് പഠിക്കുക. അപ്പം എന്താ ചെയ്തു, പഠിച്ച 10 ആയത്ത് ജീവിതത്തിലുണ്ടായി. ഹസ്സൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇന്നമൻ കാന ഖബ്ലകും റഅഉൽ ഖുർആൻ റസായില മിർ റബ്ബി ഫകാനു യതദബ്ബറുനാ ബില്ലൈലി വയുൻഫിദുനാ ഫിന്നഹാരി. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഖുർആനെ കണ്ടത് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള അഥവാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആയിക്കൊണ്ടാണ്. അവർ രാത്രി ഖുർആനെ പഠിക്കും, രാത്രി ചിന്തിക്കും, പഠിക്കും, പകൽ സമയത്ത് നടപ്പാക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അവർ. രാത്രി സമയങ്ങളിൽ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, ചിന്തിക്കുകയാണ്, പകൽ സമയത്ത് അവർ നടപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ സഹാബാക്കളെ കുറിച്ച് പറഞ്ഞത് സഞ്ചരിക്കുന്ന ഖുർആനിൻ്റെ കോപ്പികൾ എന്ന് പറയാനുള്ള കാരണം അതാണ്.
സഞ്ചരിക്കുന്ന ഖുർആൻ. അതായത് ഖുർആൻ എന്താണോ പറഞ്ഞത് അതിലുണ്ട് അല്ലേ? ആയിഷ റളിയല്ലാഹു ചോദിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നെ പറ്റിയിട്ട്, എങ്ങനെയുണ്ട് ആയിഷ നബി, നിങ്ങളെ ഭർത്താവ് എങ്ങനെയുണ്ട്? കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം തനി ഖുർആനായിരുന്നാണ്. ഖുർആൻ എന്താണോ പറഞ്ഞത് അത് അവിടെ ഉണ്ട്. അതിന് പ്രതിബിംബമാണ് മുത്തുനബി. എന്താണ് ഖുർആനുള്ളത് അത് അതേപോലെ വെച്ചയാളെ മുത്തുനബി. ആലോചിക്കുക നിങ്ങൾ, ആ ഖുർആൻ അനുസരിച്ച് ആ നടക്കുന്ന ഖുർആനിൻ്റെ കോപ്പികളാണ് ആര്? സഹാബാക്കൾ എന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഹിലാൽ ഇബ്നു അൽ അലാവും പറഞ്ഞു, ത്വലബുൽ ഇൽമി ശദീദുൻ, അറിവ് നേടൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വഹിഫ്ളുഹു അശദ്ദു മിൻ തലബിഹി, അത് മനഃപ്പാടമാക്കുക എന്നുള്ളത് അത് തേടുന്നതിനേക്കാളേറെ, അറിവ് നേടുന്നതിനേക്കാളേറെ പ്രയാസമുള്ള കാര്യമാണ്. വൽ അമലു ബിഹി അശദ്ദു മിൻ ഹിഫ്ളിഹി, അത് ജീവിതത്തിൽ പകർത്തലാണെങ്കിലോ മനഃപ്പാടമാക്കുന്നതിനേക്കാളേറെ എത്രയോ പ്രയാസമാണ്. നോക്കിങ്ങൾ. എന്നാൽ വസ്സലാമത്തു മിൻഹു, ഞാൻ രക്ഷപ്പെടുക എന്നുള്ളതോ അശദ്ദു മിൽ അമലി ബിഹി, അത് ചെയ്യുന്നതിനേക്കാളേറെ പ്രയാസമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് നമ്മൾ ഇൽമു പഠിക്കണം. പഠിക്കണം എന്താ വെച്ചാൽ സ്വർഗം നേടാനാണ്, വേറെ ഉദ്ദേശത്തിനല്ല. ജോലി ആവശ്യാർത്ഥമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യാർത്ഥങ്ങളല്ല, അല്ലെങ്കിൽ ഞാനൊരു വലിയ പണ്ഡിതനാണെന്ന് അറിയാൻ വേണ്ടി കണ്ടല്ല, തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് എനിക്ക് സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് കണ്ട. ഞാൻ അതല്ലാത്ത ആളാണെങ്കിലോ യുജാഉ അൽ ആലിമു സൂ യൗമുൽ ഖിയാമ, ഖിയാമ നാളിൽ മോശമായ പണ്ഡിതനെ കൊണ്ടുവരും. ഖിയാമ നാളിൽ കൊണ്ടുവരികയാണ്. എന്നിട്ടോ ഫൈത്തു വിജാന്നം, നരകത്തിലേക്ക് ഇടും. ഫയദൂറു ബിഹസബിഹി കമാ യദൂറുൽ ഹിമാറു ബിരിഹാ, അയാൾ കഴുത ആസുകരിന് ചുറ്റും തിരിയുന്ന പോലെ അങ്ങനെ തിരിയുകയാണ്. തീർന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കുടന്മാരുകളെ എല്ലാം അദ്ദേഹം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ആ ചങ്ങായി ഈ മുഖേനയാണല്ലോ ഞങ്ങൾ നന്നായതൊക്കെ, ഞങ്ങൾ നിൻ്റെ ക്ലാസ് കേട്ട് നന്നായതാ, എനിക്ക് ഹിദായത്ത് കിട്ടിയത് അങ്ങനെയാണ്, എന്നിട്ട് എന്താ ഇജ എന്താ ഇങ്ങനെ? അപ്പം അദ്ദേഹം പറയും, അതെ കുന്തുഹാലിഫുക്കും ഇലാമാനാക്കുമൻ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല, നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങളോ ഞാൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. പള്ളിക്കൊരു മൗലവി കുത്തു പറയാൻ വേണ്ടി വന്നു. അപ്പോൾ അന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സുന്നത്ത് നോമ്പ് എടുക്കണ സമയമാണ്. അപ്പോൾ ഈ ഒരു സാധു, മുമ്പ് കുത്തിക്കണ സാധു അന്ന് സുന്നത്ത് നോമ്പ് എടുത്തേക്കുക. അപ്പോൾ ഇയാളെന്ന് വെച്ചാൽ പള്ളിക്കല മൂലിയൊരു കുത്തുപഞ്ഞ് പോയപ്പോഴേ വലിയ ചായ പിടിച്ചാൽ വെക്കുക. അപ്പോൾ ഈ സാധു അന്തം വിട്ടുത്തിരിക്കുക. കാരണം മൂപ്പര് പറഞ്ഞിട്ട് കണ്ടാണ് ഈ സാധു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാൻ തുടങ്ങിയത്. മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? എന്താണ് ഈ സാധു ഈ മൂല്യരെ പറ്റി, ഈ ഹതീബിനെ പറ്റി എന്താ മനസ്സിലാക്കുക? ഇത് തിരക്ക് തന്നെയുള്ളൂ, നല്ലുള്ളൂ. ഇപ്പം ഞാനൊരു ഡോക്ടറെ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, ഉറപ്പിച്ചണ്ട. ആ സങ്കല്പിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയാണ്, വലിയ ഭയങ്കര ചുമയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബീഡി വിളിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുക. എന്നിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾ ഈ വീഡിയോ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അത് നിങ്ങളോട് ഞാൻ പറയാം. ഞാനാണെങ്കിലോ ഇത് വലിച്ചുകൊണ്ട് കുത്തിരിക്കുകയാണ്. എന്താ ഉണ്ടാകുക? എന്താ വിചാരിക്കുക? അതത്ര തെറ്റാണെങ്കിൽ ചെങ്ങയ്യ ഒരിക്കലും ഒഴിവാക്കും എന്നുള്ളതല്ല നമ്മൾ വിചാരിക്കുക. നമ്മുടെ സ്വാഭാവികതയാണത്. മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഈ നെരിയാണിൻ്റെ താഴെ ഇറങ്ങിയ വസ്ത്രമൊക്കെ നരകത്തിലാണ്. കാരണം ഇൻ്റെതാണെങ്കിലോ കുറേ ബാക്കിലാണ്, കുറേ താന്നും കൊണ്ടാണ്. എന്താണ് നിങ്ങൾ വിചാരിക്കുക? എന്താണ് അത്? അത്ര വലിയ കുറ്റം ഉണ്ടാവില്ല. കാരണം MKൻ്റെ തുണി അങ്ങനെയാണല്ലോ, MKൻ്റെ പാൻറ്റ് അങ്ങനെയാണല്ലോ നിങ്ങൾ വിചാരിക്കുക. ഇതതിൻ്റെ പ്രശ്നം. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതിനാൽ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ അമൽ ചെയ്യുന്നവരാക്കണം. നമ്മളെ കണ്ടല്ലേ നമ്മളെ മക്കൾ വളരുക അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ രാത്രി നമസ്കരിക്കുന്നവരൊട്ടിക്കോ ബാപ്പ അല്ലെങ്കിൽ വെല്ലിപ്പ രാത്രി നിസ്കരിക്കുന്നയാളാണ്. നമ്മളെ മക്കളോടെ അല്ലെങ്കിൽ പേരക്കുട്ടികളോടെ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം അവരതേപോലെ ചെയ്യും. പള്ളിക്കൊക്കെ പോകണൊരു ബാപ്പാൻ്റെ കൂടെ കുട്ടികൾ ഓടിക്കൂടലുണ്ടല്ലോ അല്ലേ? കയ്യമ്മ പിടിച്ചാൽ കൂടുതലില്ലേ? അതെന്തിനാ? ചിലപ്പോൾ ഒക്കെ ഒരു മുട്ടായി വേണ്ടി വരും, അല്ലെങ്കിൽ ഓനൊരു മുട്ടായി വേണ്ടി വരും. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടാവും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികപരമായ ആ കുട്ടിക്കെത്താം മുട്ടായിയെ കിരവച്ചെന്നിരുന്നാലും നിങ്ങൾ ആലോചിക്കുകയാണ്. എന്നാൽ അതേപോലെ തൊട്ടടുത്തു നിന്നാണെങ്കിലോ ഓനനെ പള്ളിക്കില്ല, പിന്നെ ഓൻ്റെ കൂടെ കുട്ടികൾ കൂടുന്നത് എങ്ങനെയാണ്? ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളാണ് ഇതിൻ്റെ പിന്നെ ഉസ്താദുമാരും അർത്ഥം. അതെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് അടുത്ത ഒന്ന്. മറ്റൊരു തെറ്റെന്ന് പറഞ്ഞാൽ അറിവ് നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. അറിവ് മറച്ചു വെക്കുക. എപ്പോഴാണ് ക്ലാസ് തുടങ്ങിയപ്പോഴാണ്? നിർത്താനായോ? എനിക്കറിയില്ല. ഞാൻ തുടങ്ങിയപ്പോൾ ഇത് നോക്കിയിട്ടില്ല. കുറച്ചുകൂടി പോട്ടെ. നിർത്താനായിട്ടില്ല. അറിവ് പിന്നെ മറച്ചു വെക്കുക. അതായത് നമുക്ക് അറിവുണ്ട്, അത് പറഞ്ഞു കൊടുക്കൂല. അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ആയത്താണ് ഓതി കൽപ്പിച്ച്. ഇന്നലെ നെക്തുമിൻ്റെ മനസ്സൽ മേൽ ബയ്യനാത്തി വലുകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കിയിട്ട്
ആ ആയത്ത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷവും ആരെങ്കിലും മറച്ചു വെക്കാറുണ്ടെങ്കിൽ അവരാരങ്ങൾ ഉലാക്കി അനഹുമുല്ല അനഹുലായി അള്ളാഹുത്തല അവരെ ശപിച്ചിട്ടുണ്ട്. ശപിക്കുന്ന ആൾക്കാർ മുഴുവനും അവരെ ശപിച്ചു എന്നാണ്. അള്ള ശപിച്ച ആൾക്കാർ എന്താണ്? ഇൽമ് മറച്ചെക്കുന്ന ആൾക്കാർ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മറച്ചെക്കുക. കാരണം ആ കാര്യം ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല എന്നറിയാം. അതാണ് അറിവ് മറച്ചെക്കുക എന്നാണ്. അതാണ് റസൂൽ പറഞ്ഞു മൻസുഇല ഇൽമൻ മിൻ ഇൽമിൻ. ആരെങ്കിലും ഒരാളോടൊരു അറിവ് ചോദിച്ചു ഫക്കത്തമ്മ, അയാൾ പറഞ്ഞു കൊടുത്തില്ല, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ല, മറച്ചെക്കുക. എന്നാലോ ഉൽജിമ യൗമിൽ ഖിയാമത്തി ബിലിജാം മിന്നാർ, അയാൾക്ക് നരകത്തിൻ്റെ കടിഞ്ഞാണാണ് നരകത്തിൽ അല്ലാഹു തആല അവനിട്ട് കൊടുക്കുക എന്നാണ്. തീയിൻ്റെ കടിഞ്ഞാണ്. എന്താ കാരണം? അവൻ അറിവുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അതിന് അറിവുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ വലിയ ആലിമാകണോ? വേണ്ട, നമുക്കതിനാണ് പറഞ്ഞു കൊടുത്താൽ മതി. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ ചോറ് വെക്കണ ഒരാൾ, ചോറ് വെക്കാൻ അറിയാത്ത ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലോ, നിങ്ങൾ എനിക്ക് ചോറ് വെക്കാൻ പഠിപ്പിച്ചു ചോദിച്ചു. പറഞ്ഞു കൊടുക്കില്ല. ചില മനുഷ്യന്മാരുണ്ട് ചില പാടി പറഞ്ഞു കൊടുക്കാനല്ല, കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പണി കുറയുന്നുള്ളതുകൊണ്ടാണ്. അത് ഇൽമ് ഉറച്ചക്കലാണ്. അത് ഇൽമ് ഉറച്ചക്കലാണ്. അങ്ങനെ ഉണ്ടെങ്കിലോ അള്ളാഹ് കൊടുക്കണം എന്താണ്? ഇതാണ്. ഇനി ചിലർക്ക് പറഞ്ഞാൽ അവനാൻ പഠിച്ച പടി മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. താനും വലിയ സന്തോഷമാണ് ഒരു ഇൽമ് അത് പറഞ്ഞു കൊടുത്തു ഒരാൾക്ക്. അതല്ലെങ്കിൽ ഒരു നിസ്കാരം കാണിച്ചു കൊടുക്കുക. അതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല ഭക്ഷണം ബെയ്ക്കാന്നാണ് ഓർമ്മയിൽ വരുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതെന്ത് ചെയ്ത് അത് മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എനിക്ക് ഡ്രൈവിംഗ് അറിയും, ഞാൻ പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്തു. അതിനൊക്കെ അല്ലാതെ കൂലിയുണ്ട്. പക്ഷേ അറിഞ്ഞിട്ടൊരു കാര്യം മറച്ചിട്ടുണ്ടെങ്കിലോ പഠിപ്പിച്ചിട്ടില്ലാണ്ടെങ്കിലോ അല്ലാഹു തആല അവന് കൊടുക്കുന്നത് നരകത്തിൻ്റെ തീയിൻ്റെ കടിഞ്ഞാനാണ് ആ മനുഷ്യനെ ധരിപ്പിക്കുക എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ഏത് തരം അറിവാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ആണ് മൻ കത്തമ ഇൽമൻ മിമ്മാ യൻഫഉല്ലാഹു ബിഹി ഫി അംരി നാസി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവ്, അത് ഏതാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവ്, അതാരെങ്കിലും ഒരാൾ മറച്ചു വെച്ചു. ഇപ്പോൾ ഇവിടെ ഒതായി നീതിയൊരു ബോർഡിൻ്റെ കൂട്ടിക്കോളി, അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ? അല്ലേ? ആണ്. അത് ആരെങ്കിലും കൊണ്ടുപോയി മറച്ചു വെച്ചാലോ അതാണ് ശിക്ഷ. കാരണം ഉപകാരപ്രദമായ ഏറ്റവും ചെറുത്, ഞാൻ ഇതിൻ്റെ വലിയതാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ആ ഖുർആൻ്റെ ആയത്തോദിക്കാണ്ട് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ ആയത്തോദിക്കണതിനെ കോട്ടിമാട്ടുകയാണെങ്കിലോ, അതിൻ്റെ ഉദ്ദേശത്തിലല്ലാതെ വേറെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ എല്ലാം അതിൽപ്പെട്ടതാണ്. എന്നാൽ അൽജമുല്ലയും ഖിയാമത്തി ബിലിജാമിന്നാർ, നരകത്തിൻ്റെ അഥവാ പിന്നെ തീയിൻ്റെ കടിഞ്ഞാനാണ് അല്ലാഹു തആല അവനെ പിന്നെ അണിയിക്കുക എന്നാണ്. അതുകൊണ്ട് എത്ര നിസ്സാരമായതാണെങ്കിലും ശരി എന്ത് ചെയ്യാൻ പാടില്ല? അറിവ് മറച്ചേക്കാൻ പാടില്ല. രണ്ട് സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. ഒന്ന് അബൂ ഹുറൈറ തന്നെ പറയണ സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾക്കാർ പറയുന്നു ഇന്ന അബൂ ഹുറൈറ യുക്തിൽ ഹദീസ. ആൾക്കാർ പറയാണ് അബൂ ഹുറൈറ ഒരുപാട് ഹദീസ് പറയുന്നുണ്ട് എന്നാണ്. എന്താണ് ഈ അബൂ ഹുറൈറ ഹദീസ് കൂടുതൽ പറയാനുള്ള കാരണം? എന്താണ്? അദ്ദേഹം പറയാം, എൻ്റെ കൂട്ടുകാരായ സഹോദരങ്ങളായ മുഹാജിറുകൾ അവർ ആരാണ്? നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ എൻ്റെ കൂട്ടുകാരായ എൻ്റെ സഹോദരങ്ങളായ അൻസാരികളാണെങ്കിലോ അവർ കർഷകരുമാണ്, കൃഷി ചെയ്യുന്നവരുമാണ്. കുൻതുംബ്രൻ മിസ്കീനൻ. പക്ഷെ ഞാനാണെങ്കിലോ ഒരു പാവപ്പെട്ടവൻ. എൻ്റെ ഒട്ടിയ വയറുമായി ഞാൻ പ്രവാചകൻ്റെ കൂടെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകും. മുഹാജിറുകൾ പങ്കെടുക്കാത്തതിന് ഞാൻ പങ്കെടുക്കും, അൻസാരികൾ ഇല്ലാത്തതിന് ഞാനുണ്ടാകും. കാരണം എന്താ? എനിക്ക് വീടില്ല, ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു റസൂലിൻ്റെ കൂടെ ഉള്ള സമയത്തുണ്ടാകും. അല്ലാഹു റസൂൽ ഒരിക്കൽ പറഞ്ഞേ ഇതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ തൻ്റെ വസ്ത്രം ഇങ്ങനെ നിവർത്തി പിടിച്ചു, ഇതുവരേക്കും എൻ്റെ ഈ സംസാരം കഴിയുന്നത് വരെ, നബി പറയാനുണ്ടോ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ, എൻ്റെ ഈ സംസാരം കഴിയുന്നത് വരെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പിന്നെ എന്ത് ചെയ്തു? നിങ്ങളുടെ വസ്ത്രം ഇങ്ങനെ നിവർത്തി പിടിച്ചു. എൻ്റെ സംസാരം കഴിയുന്നത് വരെ, സംസാരം കഴിഞ്ഞാലോ പിന്നെ അത് നിങ്ങളിങ്ങനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് തന്നെ എൻ്റെ ശരീരത്തിലേക്ക് അതിങ്ങനെ ചേർത്തി വെച്ചാൽ പിന്നെ അയാൾ ഒരിക്കലും മറക്കുകയില്ല എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയാനുണ്ടോ? അബൂ ഹുറൈറ പറയാം, ഞാൻ കേൾക്കേണ്ട താമസം, ഞാൻ ആ സമയത്ത് എൻ്റെ വസ്ത്രം എന്ത് ചെയ്തു? നേരെ നിവർത്തി പിടിച്ചു. ലൈസാല യസൗബുൻ ഗൈറ, എൻ്റെ മേലിൽ ആ സമയത്ത് ഇതല്ലാത്ത വേറെ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ വേറെ രണ്ടാമത്തെ വസ്ത്രമല്ല. പക്ഷേ എന്ത് ഞാനങ്ങനെ നിവർത്തി പിടിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇതാണ്. കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ മറക്കൂല എന്നാണ്. അതാണ് റസൂൽ പറഞ്ഞ അപ്രകാരമാണ്. അവിടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നബിന് സംസാരം കഴിഞ്ഞവരെ അങ്ങനെ പിടിച്ചു. സംസാരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതെൻ്റെ നെഞ്ചിലേക്ക് ഞാനിങ്ങനെ ചാർത്തി പിടിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് അബൂ ഹുറൈറ പറയണം, ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ്, അല്ലാഹു ഏതൊരുത്തനെ സത്യമായിട്ട് നിയോഗിച്ചുവോ, അഥവാ അവൻ ആ സത്യം മാനസ്തു മിൻ മഖാലത്തി, പിന്നീട് ഞാൻ ഒരു ഇതും മറന്നിട്ടില്ല.
തിൽക്കയിലയോമിയാത, ആ ദിവസം മുതൽക്ക് ഇന്ന് വരെ ഞാൻ മറന്നിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? ഇനി അതാരെങ്കിലും ഒരാൾ ആ ചികിത്സ അവിടെ നടക്കൂല. ഞാൻ ഇല്ലേ മറവിക്ക് രോഗം ഇതല്ല, മരുന്ന് ഇതല്ല. എല്ലാവരും ഇങ്ങനെ പിടിക്കുക, തുണിയും പാട്ടിലെങ്കിലും വേണ്ടിയില്ല, ഒക്കെ നിവർത്തി പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പറയുന്നവരെ ഇങ്ങനെ നിർത്തി പിടിക്കുക, ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുട്ടി പിടിച്ചോളി പറഞ്ഞാൽ അത് റസൂലുള്ളാഹിൻ്റെ ഖുസൂസിയത്താണ്, അത് നബിൻ്റെ മൊയ്സത്താണ്, നബിൻ്റെ പ്രത്യേകതയാണ്. അത് വേറെ ഒക്കെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അതിലാരാണ്? അത് അബൂ ഹുറൈറ മാത്രമേ ചെയ്തത്. ഒന്നായിട്ട് പിടിച്ച് അങ്ങോട്ട് വിട്ടു. അത് യേശു അബൂ ഹുറൈറ എന്തെയില്ല, മറക്കാറില്ല എന്നാണ്. അതുകൊണ്ടാണ് എന്ത് അങ്ങനെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലൗ വല്ലാഹി ലൗല ആയത്തൻ ഫി കിതാബില്ലാഹി, അള്ളാഹിൻ്റെ ഖുർആനിലെ 2 ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ മഹദ്ദത്തുക്കും ഷൈഅൻ അബദ, ഞാൻ നിങ്ങളുടെ ഒരൊറ്റ ഹദീസും ഞാൻ പറയുമായിരുന്നില്ല നിങ്ങളോട്. അള്ളാഹിൻ്റെ ഖുർആൻ 2 ആയത്താണ്. ആ ആയത്താണ് ഞങ്ങൾ അത് കേൾപ്പിച്ചത്. എന്താണ്? അള്ളാഹ് ശപിക്കും, മനുഷ്യന്മാർ ശപിക്കും. ശപിക്കുന്നവർ മുഴുവനും ശപിക്കും. ആര്? മലക്കുകൾ, പ്രവാചകന്മാർ. ശപിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ, ജന്തുക്കൾ ഏതൊക്കെയുണ്ടോ അവരൊക്കെ ശപിക്കും. എന്താ കാരണം? ദീന് മറച്ചു വെച്ചു. അതിൻ്റെ കാരണത്താലാണെന്നാണ്. രണ്ടാമത്തത് പിന്നെ ആയിഷ അള്ളാഹിൻ്റെ മസ്റൂഖ് പറയാണ്. ആയിഷ അള്ളാഹിൻ്റെ അടുക്കൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചേ, അല്ല ആയിഷ, പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുകയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിഷ അള്ളാഹിനെ പറയാണ് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞു കൂട്ടിക്കോളി, അവൻ അള്ളാഹിൻ്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞവനാണ്. ഞാൻ ചോദിച്ചു എന്തൊക്കെയാണത്? അപ്പോൾ അവർ പറയുന്നത്, ആയിഷ അള്ളാഹിനെ പറയണം കേട്ടോ, മൻ സഅമ അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റബ്ബഹു ഫഖദ് അഅ്ളമ അല്ലാഹു ഫ്രിയ. ആരെങ്കിലും ഒരാൾ മുഹമ്മദ് നബി അള്ളാഹുവിനെ കണ്ടു എന്ന് പറയാനുണ്ടെങ്കിൽ അവൻ അള്ളാഹിൻ്റെ പേരിൽ ഏറ്റവും വലിയ കള്ളം പറഞ്ഞവനാണ്. അള്ളാഹിനെ മുഹമ്മദ് നബി കണ്ടിട്ടില്ല, കണ്ടു പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളമാണ്. അപ്പം ഞാൻ ചാരിയിരിക്കുകയാണ്. മസ്റൂഖ് പറയാം, ഞാൻ നേരെ ഇരുന്ന് ഞാൻ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ല ആയിഷ റളിയല്ലാഹു അൻഹ, നിങ്ങൾ എന്താണ് ഈ പറയണത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അള്ളാഹ് പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ, വലഖദ് റആഹു ബിൽ ഉഫ്ഖിൽ മുബീൻ വലഖദ് റആഹു നസ്റത്തുൻ ഉഖ്റ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് അള്ളാഹിനെ കാണാൻ പറ്റി ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനേ നബിൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് മുത്തുനബിയോട് ഈ ആയത്തിനെ കുറിച്ച് ആദ്യമായി ചോദിച്ചത് ഞാനാണ്. അവിടെ കണ്ടതാരാണ്? ജിബ്രീലാണ്. അല്ല ലം അറവല സൂറത്ത്, ഞാൻ അള്ളാഹിനെ കണ്ടിട്ടില്ല എന്ന് മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് പറഞ്ഞാൽ കള്ളാണ്. അപ്പോൾ മാത്രമല്ല അള്ളാഹ് പറഞ്ഞു, ഈ ഖുർആനിൽ ആയത്ത് കേട്ടിട്ടില്ലേ, ലാ തുദിക്കുൽ അബ്സാറു, കണ്ണുകൾക്ക് അവനെ കാണുക സാധ്യമല്ല. ആരെ? അള്ളാഹിനെ കാണാൻ സാധ്യമല്ല. വഹു യുദ്രിക്കുൽ അബ്സാറ, എന്നാൽ അവൻ കണ്ണുകളെ കാണും. എന്നുവെച്ചാൽ മനുഷ്യർക്ക് അവനെ കാണാൻ സാധ്യമല്ല, അവനെന്ത് ഇങ്ങോട്ട് കാണും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അള്ളാഹിൻ്റെ റസൂല് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മറച്ചു വെച്ചു എന്നവൻ വിശ്വസിക്കുകയാണെങ്കിൽ അവനും അള്ളാഹിൻ്റെ പേരിൽ ഏറ്റവും വലിയ കളവ് പറഞ്ഞവനാണ്. എന്നാൽ അള്ളാഹിൻ്റെ റസൂല് ഏതെങ്കിലും ഒന്ന് മറച്ചു വെക്കുമായിരുന്നുവെങ്കിൽ, ഏതൊക്കെ മറച്ചു കാര്യങ്ങൾ? ലക്കത്തമ്മ അബസവത്തവല്ല, അബസവത്തവല്ല എന്നുള്ള സൂറത്ത് മറച്ചു വെക്കുന്നതാണ് ആയിഷ തന്നെ പറഞ്ഞു. എന്താ കാരണം? നിങ്ങൾ അയച്ചൊക്കെയാണ് ആർക്കാ ഖുർആൻ ഇറങ്ങിയത്? നബിക്ക്. ആ നബിക്ക് ഇറങ്ങിയ ഖുർആനിൽ ഖിയാമത്ത് വരെ നബിനെ വിമർശിക്കണ ആയത്തുണ്ട്. അബസവത്തവല്ല അഞ്ചാഹുല അമ്മ, അല്ലേ? അയാൾ മുഖം ചുളിച്ചു പോയി, നബിനെ ആക്ഷേപിക്കല്ലേ? എനിക്ക് വേണ്ടി ഇറക്കിയ ഖുർആനിൽ എനിക്കെതിരുള്ള ആയത്തുണ്ടാവും, ഞാൻ ചിന്തിയുള്ളൂല്ലേ? അള്ളാഹു റസൂലാണെങ്കിലോ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ ഓതുന്ന ഖുർആനിൽ മുത്തുനബിനെ വിമർശിച്ചുകൊണ്ട്. അതുകൊണ്ട് അതെന്താണ്? അള്ളാഹിൻ്റെ ഏറ്റവും ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ വാക്കുണ്ട്, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരായത്ത് അള്ളാഹു റസൂൽ മറച്ചു വെക്കുമായിരുന്നുവെങ്കിൽ അത് സൈനവുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്ത് മറച്ചു വെക്കുന്നതാണ്. സംഭവം എന്താ പറയുക? ഞാൻ വിശദീകരിക്കണില്ല, ഞാൻ ചുരുക്കി പറയാം. അതായത് ജാഹിലിയത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു കുട്ടീനെ ദത്തുപുത്രനായി സ്വീകരിച്ചാൽ ആ പുത്രൻ്റെ ഭാര്യ എന്ത് ചെയ്യും? ഇയാളുടെ മരുമകളായിട്ടാണ് കണക്കാക്കുക. അതായത് ദത്തുപുത്രനെ സ്വന്തം മകനായി കണക്കാക്കുക. അത് ദത്തുപുത്രമായി സ്വീകരിക്കാം, മനസ്സിലുണ്ടല്ലോ, വീട്ടിൽ വളർത്താം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ്റെ സ്വത്ത് അവൻ്റെതാണ്, ഇയാളതാണ്, മനസ്സിലുണ്ടല്ലോ. അങ്ങനെ സ്വന്തം മകനെപ്പോലെ കാണാൻ പാടില്ല. അപ്പം നബിക്കൊരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു, പേര് സെയ്ദ് ബിൻ ഹാരിസ എന്നാണ്. സെയ്ദിനെ പറ്റി ആൾക്കാർ പറഞ്ഞിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ്, മുഹമ്മദിൻ്റെ മകനായ സെയ്ദ് എന്നാണ്. മനസ്സിലായല്ലോ? ആ സന്ദർഭത്തിലാണ് ഉദൂഹും ഇല ആബായും, നിങ്ങൾ സ്വന്തം ബാപ്പന്മാരിലേക്ക് മക്കളെ വിളിക്കുക എന്നുള്ള ആയത്തിറങ്ങണം. അപ്പോഴാണ് അത് നബി പറഞ്ഞു, സെയ്ദേ ഇത് എൻ്റെ മകനല്ല, ഇത് ഹാരിസൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. ശരിയാ, പ്രശ്നം കഴിഞ്ഞു.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഒരു അന്ധവിശ്വാസം തകർക്കാൻ വേണ്ടി വിചാരിച്ചു. എന്താ പറയുക, ഈ സെയ്ദ് കല്യാണം കഴിച്ചിരുന്ന ആളൊരു സൈനബ്, അള്ളാഹു തആല സൈനബിനെ എന്ത് ചെയ്യാണ്, സെയ്ദിനെ കൊണ്ട് ത്വലാഖ് ചെല്ലിപ്പിച്ചു. അല്ലെങ്കിൽ സെയ്ദിന് ആ വിവാഹം ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം സൈനബ് ഒരു തറവാടിയും ഖുറൈശി പ്രമാണിയും സെയ്ദ് പറഞ്ഞാൽ അടിമയുമായിരുന്നു. അന്നേ അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. എപ്പോൾ ഒന്നുകൊണ്ട് നബിനോട് ഇങ്ങനെ സെയ്ദ് കുറ്റം പറയുമ്പോൾ, സൈനബിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നബി പറയും, ഇത്തക്കില്ല അംസിക്ക്, ഈ അള്ളാനെ പേടിക്ക്, ഓളെ പിടിച്ചേക്കുക. കാരണം എന്താ നിങ്ങൾ, കാരണം അള്ളാഹു തആല സെയ്ദിനെ കൊണ്ട് സൈനബിനെ വിവാഹമോചനം ചെയ്യിച്ചാൽ പിന്നെ ആ സൈനബിനെ കെട്ടേണ്ടത് ആരാണ്? നബിയാണ്. എന്തിനാണത്? ദത്തുപുത്രന്മാരുടെ മക്കളെ അവർ മരുമക്കളല്ല എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിക്കാണ്ട്. പക്ഷെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയില്ല. അങ്ങനെ സംഭവിച്ചു. ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. അത് സൈനബിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് മുഹമ്മദ് നബി ഇതാക്കിയതാണ്. അതേപോലെ എന്താണ് ഈ മുഹമ്മദിൻ്റെ അവസ്ഥ? എന്താണ്, സ്വന്തം മരുമകളെ കെട്ടിയേ, എന്താ ഈ നബിക്ക് ഭ്രാന്താണോ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിന് കുറ്റമില്ല എന്നറിയാൻ വേണ്ടിക്കാണ്ടാണ്. നബിക്ക് തീരെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ വിവാഹത്തിന്. അതുകൊണ്ടാണ് അള്ളാഹ് റസൂലിനോട് സെയ്ദുള്ളാഹിനെ എപ്പോൾ പറയുമ്പോഴും ഇത് അള്ളാഹിനെ പൊടിക്ക് എന്ന് പറയാറുള്ളത്. അങ്ങനെ കൊണ്ടുവരുന്ന വിശ്വാസമല്ലേമ, മറച്ചൊക്കെ എന്നെങ്കിലും മറച്ചൊക്കെ. പക്ഷേ ആ നബിക്ക് ഇഷ്ടമല്ലാത്ത ആയത്തെ ഖുർആനിൽ ഇറങ്ങിയത് മനസ്സിലല്ലേ. എന്നിട്ട് എന്ത് ചെയ്തില്ല, അള്ളാഹ് റസൂൽ അതൊന്നും ചെയ്തില്ല, മറച്ചു വെച്ചില്ല എന്ന് പറയാൻ വേണ്ടി കണ്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞു. മൂന്നാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ കളവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഗൈബറിയുമെന്ന് പറഞ്ഞാലാണ്. അല്ലേ, തങ്ങന്മാർക്ക് ഗൈബറിയും, അതേപോലെ പണിക്കന്മാർക്ക് കയ്യോക്കണ ആൾക്കാർക്ക് ഗൈബറിയും. ഗൈബ് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ അറിയും. ഏറ്റവും വലിയ കള്ളമാണെന്നാണ് മനസ്സിലുണ്ട്. അതാണ് അതിൻ്റെ മൂന്നാമത്തെ. അപ്പോൾ രണ്ടാമത്തെ പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്, അതായത് മറച്ചു വെക്കുക. ഇൽമെന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. ഇൽമ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാപമാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇൽമ നമ്മൾ നേടണം. അതെന്തിനാണ്? സ്വർഗത്തിന് വേണ്ടിക്കാണ്ടാണ്. അതല്ലാതെ തർക്കിക്കാൻ വേണ്ടിക്കാണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഭൗതികപരമായ ലക്ഷ്യങ്ങൾക്കോ ആകാൻ പാടില്ല. പക്ഷേ എന്നാൽ ഇൽമ നേടാതിരിക്കലാണെങ്കിലോ അത് പാടില്ല. എന്തിനാ ഇൽമ നേടുന്നത് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചക്കാരും പാടില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.